അതാണ് സ്പെഷ്യൽ ഫുഡ്. കട്ടൻ കുടിച്ചില്ലെങ്കിൽ എരിഞ്ഞു ഉപ്പാട് വരെ. അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. അത് ഞങ്ങൾ പറഞ്ഞു തരുന്നില്ല. വെള്ളത്തിൽ പുഴുങ്ങി എടുക്കുന്ന ശകല ഉപ്പ് മാത്രമാണ് ഇടുന്നത്. നല്ല എരി, നല്ല ഉപ്പ്, നല്ല ടേസ്റ്റ്. കട്ടനും പുഴുക്കും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴ ചന്ദനക്കാവിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന നീതി മുന്നയുടെ ഈ കിളി പോയി പുഴുക്കും കട്ടനും കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഈ പുഴുക്കും കട്ടനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്കൊക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഹെൽത്തിയും ഏറ്റവും ഹൈജീനിക്കുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ നീതി മുന്നയുടെ കടയിലുള്ള പുഴുക്ക് കഴിക്കാനാണ് വന്നത്. നമുക്ക് പുഴുക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മളപ്പോൾ പുഴുക്കും കട്ടനും കഴിക്കാൻ പോവാണ്. നമ്മുടെ നീതി മുന്ന ചേട്ടന്റെ കടയിൽ പുഴുക്ക് കഴിക്കാൻ പോവാണ്. ചേട്ടോയ് എത്തിയല്ലോ സാധനമൊക്കെ. ഇതാണ് ഞങ്ങളുടെ പുഴുക്ക്. നല്ല ചൂട് കട്ടൻ. ഈ ചൂട് കട്ടൻ എന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ ചമ്മന്തിയുടെ കൂടെ ഈ പുഴുക്കും കഴിക്കുമ്പോൾ ഒരു കവള് കട്ടൻ കുടിക്കണം. കുടിക്കുമ്പോ ആ എരിവ് സൂപ്പറാ. നമ്മള് പറഞ്ഞാ മനസ്സിലാവത്തില്ല, കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. കണ്ണി കൂടെ പൊന്നീച്ച പിറക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ടേസ്റ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ഐറ്റംസ് എത്ര ഐറ്റംസ്? 6 ഐറ്റവും 3 ചമ്മന്തിയാണ്. 3 ടൈപ്പ് ചമ്മന്തിയാണ്. ഇനിയിപ്പോ ഇന്ന് ഇതിന്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ഐറ്റങ്ങളുണ്ട്. പോട്ടിക്കറി വരും എന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ആണ്. ഒരു പൊട്ടിക്കറിക്ക് ഞങ്ങൾ 90 രൂപയാണ് മേടിക്കുന്നത്. അതേപോലെ ഉണക്കമീൻ വരും വറുത്തത്, അതിന് 10 രൂപയാണ്. അന്നേരം ഈ പുഴുക്കിന് മാത്രം സെറ്റ് 50 രൂപയും കാപ്പിക്ക് 10 രൂപ 60 രൂപയാണ്. അത് കട്ടൻ കാപ്പി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ഒരു വെറൈറ്റിയാണ്. ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. ഇത് ഒന്ന് സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാമല്ലോ ഞാൻ. ഇത് ചേന, ഇത് ചേമ്പ്, ഇത് മധുരക്കിഴങ്ങ്, കാച്ചില്, കപ്പ, കാ പുഴുങ്ങിയത്. മൊത്തം 6 ഐറ്റം. 6 ഐറ്റമാണ്. 6 ഐറ്റം, 3 ചമ്മന്തി. ഈ മുളക് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് എന്ന് വെച്ചാൽ മറ്റേ നല്ല ഒരു കൂട്ടാണ്. ഇത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അല്ല, നല്ല വെറൈറ്റിയാണ്. എല്ലാരും ഒരുപാട് പേര് വരുന്നവർ ഇപ്പൊ വന്ന് കഴിച്ചിട്ട് പോയവര് നല്ല അഭിപ്രായം പറഞ്ഞ് അടിപൊളിയാന്ന് പറഞ്ഞത്. അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. അത് ഞങ്ങൾ പറഞ്ഞു തരുന്നില്ല. ഇത് എന്ന് പറയുന്നത് നല്ല ഉണ്ടമുളക്, മണമുള്ള നല്ല അടിപൊളി ഉണ്ടമുളക്, പുളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ വെച്ച് നല്ല പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ ഇതിന്റെ കൂടെ നല്ല കട്ടത്തൈര്, അതായത് അതിനകത്ത് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നല്ല സെറ്റ് സാധനമാണ്. ഈ എരിവും ഈ പുളിയും എല്ലാം കൂടെ ചേരുമ്പോൾ വേറെ ലെവലാ. കഴിച്ചിട്ട് പറയാം ബാക്കി. എന്നുവെച്ചാൽ ഈ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതിനകത്തുള്ള കാരണം നല്ല നാച്ചുറൽ ഫുഡാണ്. നമുക്കൊരു കെമിക്കൽ ഇല്ല. നമ്മൾ ഒന്ന് ഓർത്താ വെള്ളത്തിൽ പുഴുങ്ങി എടുക്കുന്ന ശകല ഉപ്പ് മാത്രമാണ് ഇടുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് പച്ചമുളക്, ഉള്ളി, മുളക് പൊടി, ഇതെല്ലാം നല്ല നാച്ചുറൽ സാധനം. നമുക്ക് വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കാം. ഒരു കംപ്ലൈന്റും ഇല്ല. രുചിയിൽ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് രുചി കൂടുവോ ഇല്ലയോ എന്നുള്ള ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ. ഓക്കെ, ഒന്ന് കഴിച്ചു പോകും ഞങ്ങള്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് കാന്താരിയും, ഇത് കാന്താരി അല്ല, ഇത് മറ്റേ മണമുളക്, ഉണ്ടമുളക്, അതിൽ മുക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല എരി, നല്ല ഉപ്പ്, നല്ല ടേസ്റ്റ്. ഇത് ഒരിച്ചിരി മധുരക്കിഴങ്ങും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അതാണ് സ്പെഷ്യൽ കൂട്ട്. നല്ല എരി കേട്ടോ. ഈ മധുരവും കൂടെ കോമ്പിനേഷൻ ചെയ്തേ കഴിക്കാവുള്ളൂ, കാരണം അത്യാവശ്യം നല്ല എരിയുണ്ട്. കൊള്ളാം. ഈ കട്ടൻ കുടിച്ചില്ലെങ്കിൽ എരിഞ്ഞു ഉപ്പാട് വരെ. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേട്ടന്റെ കടയിലെ ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ നാച്ചുറൽ ആയിട്ട് അല്ലേ? നാച്ചുറൽ ഒറിജിനൽ സാധനം നമ്മൾ ഇപ്പം ഇവിടെ കിട്ടാൻ, ഈ കുളത്തുപ്പുഴ കിട്ടാൻ പാടാണ്. നാടൻ കാച്ചിലായാലും ചേനയായാലും മധുരക്കിഴങ്ങായാലും ഒക്കെ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് സ്കൂളാണ്. ഇന്നലെ സ്കൂൾ കുട്ടികൾ വന്നപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇതെല്ലാം എന്തുവാ അങ്കിളേ എന്ന് ചോദിക്കുന്നത്. അന്നേരം ഞാൻ ചോദിച്ചു, മോളെ ഇത് എന്തുവാ സാധനമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. അന്നേരം അവര് വായ്മളന്ന് നിൽക്കുകയാണ്. അന്നേരം ഞാൻ ഓരോന്നെടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞേ, നിങ്ങളുടെ സ്കൂളിൽ ചെന്നിട്ട് സാറ് പഠിപ്പിച്ചതോളം ഞാൻ ഇനി പഠിപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളെ കുട്ടികളെല്ലാം. ഇത് കാച്ചിലാണ്, ഇത് ചേനയാണ്,
അത് മധുരക്കിഴങ്ങാണ്. അതേപോലെ ചേമ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നിപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് കുറെ സാധനം ഇറക്കിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എടുത്ത് കൂട്ടിയിട്ടായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ചേമ്പ്, ഇത് നാടൻ സാധനമാണ്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുത്താൽ ഒന്നും അറിയത്തില്ല ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷെ ഇന്നത്തെ ഈ പിള്ളേർക്ക് അതേസമയം കോഴിയൊക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞ് എന്തോ ഉണ്ടാക്കും മക്കളെ എന്ന് വെച്ചാൽ അവർ 100 ഐറ്റങ്ങളുടെ പേര് പറയും. പക്ഷെ ഒരു കാച്ചിലോ ചേനയോ ചേമ്പോ കാണിച്ചിട്ട് എന്തോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ വയ്യ. അന്നേരമാണ് നമുക്ക് ഈ തോന്നിയത് നാച്ചുറൽ ഫുഡ്. അതായത് ഇതേപോലുള്ള ഫുഡുകൾ ഇന്ന് വീട്ടിൽ വെച്ചാൽ ഈ 6 ഐറ്റം സാധനം ഒരുമിച്ച് ഒരു വീട്ടിൽ ഒക്കത്തില്ല. അതൊരു വലിയ പാട് തന്നെയാണ്. അങ്ങനെ ആയപ്പോഴാണ് നമുക്ക് ഈ ഐഡിയ തോന്നിയത്. ഇത് നമുക്ക് തുച്ഛമായ ഒരു പ്ലേറ്റിൽ 50 രൂപയ്ക്ക് ഒരു കുടക്കിഴി എല്ലാം എന്ന് പറയുന്നോണം 6 ഐറ്റം ഈ പ്ലേറ്റിൽ കൊടുത്ത് നല്ല ചമ്മന്തിയും കൊടുക്കുമ്പോൾ കഴിക്കുന്നവർക്കൊരു സന്തോഷം, അതിനകത്തൊരു വയറ് നിറയെ സംതൃപ്തി. ഇന്നിപ്പം മിനു കഴിച്ചില്ലേ? അങ്ങനെ ഉണ്ട് നമ്മുടെ ആ ഫുഡ്? നിറഞ്ഞു. അതോടൊപ്പം നല്ല സ്പൈസി, നല്ല എരിവുള്ള ചമ്മന്തി, 3 ഐറ്റം ചമ്മന്തി, 6 ഐറ്റം. അതായത് കട്ടൻ കാപ്പിയോടെ കൊടുക്കുമ്പോൾ നല്ലതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യൽ ഐറ്റം ഞങ്ങൾ പോട്ടിയുണ്ട്. പോട്ടി എന്ന് പറയുന്ന ഫുഡ് വെക്കുന്നതിനകത്താണ് ഏറ്റവും വലിയ. ഈ പോട്ടി മേടിച്ചുകൊണ്ട് വന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നത് അതാണ് ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അത് വെക്കാൻ ഇങ്ങനെ ഇത്രയും മെനക്കെട്ട് വെക്കാൻ വലിയ പാടാണ്. ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സ്റ്റാഫിനെ കിട്ടി. അന്നേരം പറഞ്ഞ ആ സ്റ്റാഫ് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ഫുഡ് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ പോട്ടി കഴിക്കാനായിട്ട് മാത്രം നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് പേര്, നിരവധി ആൾക്കാരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുട്ടും കട്ടനും മാത്രമല്ല, നല്ല കിട്ടില്ലം പോട്ടിക്കറിയും കിട്ടും. ഈ സ്ഥലം വരുന്നത് കുളത്തൂപ്പുഴ ചന്ദനക്കാവിലെ ഈ ഒരു മസ്ജിദിന് സമീപത്താണ്. നമ്മുടെ കിളിപോയി കട്ടനും പുഴുക്കും.